ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് സൈലൻറ്റ് വാലിക്ക് പോവുകയാണ്. പാലക്കാട് ഇത്രയും കാലം ഇരുന്നിട്ട് ഞങ്ങൾ സൈലൻറ്റ് വാലി ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമ്മളവിടെ 8 മണിക്ക് എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എത്തിയിട്ട് പിന്നെ ഇപ്പോൾ പോണ കാഴ്ചകളൊക്കെ കാട്ടിത്തരാം. ഇത് അവിടെ എത്തിയിട്ട് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇനി സഫാരിക്ക് ഞങ്ങൾ തയ്യാറാകുക ഗൈസ്. 2-3 വണ്ടി ഞങ്ങൾ മിസ്സാക്കി. 2-3 വണ്ടി നേരത്തെ പോയായിരുന്നു, വരുന്ന കുറച്ച് ലേറ്റായിപ്പോയി. ഇനി അടുത്തൊരു വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ്. അതും ജീപ്പ് സഫാരി ഞങ്ങളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നു ഗൈസ്. പോകാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. 1 ബസ്, 2 ജീപ്പ്. 2 മുതൽ എത്തുന്ന 600. പക്ഷേ ജീപ്പിൽ 6 പേര് വേണം നിർബന്ധമുണ്ട്. 6 പേരിൽ കുറഞ്ഞ ജീപ്പിന് റേറ്റ് കൂടും. വണ്ടി പോകുന്നു അല്ലേ? എസ്റ്റേറ്റുകളുണ്ടോ? എസ്റ്റേറ്റ് ഉണ്ട് സാർ. ഒരു KPS ഈ സൈലൻറ്റ് വാലി വിസിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ 8 മണിക്ക് ഫോറസ്റ്റിൻ്റെ ഓഫീസിൻ്റെ അവിടെ എത്തിയാൽ അവിടെ ബസ്സും ഉണ്ടാവും, ജീപ്പും ഉണ്ടാവും. ബസ്സായിരിക്കും ഫസ്റ്റ് എടുക്കുന്നുണ്ടാവുക. 7:55 ആ സമയത്തേക്ക് ബസ് എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ജീപ്പിലായിരിക്കും പോവുക. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സൈലൻറ്റ് വാലിൻ്റെ ജീപ്പിൽ 6 പേർക്ക് പറ്റുക. 6 പേരിൽ കുറഞ്ഞ അതിനനുസരിച്ച് പെർ പേഴ്സൺ പ്രൈസ് കൂടും. ഞങ്ങൾ പോയപ്പോൾ സമയം ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫോറസ്റ്റിൻ്റെ ജീപ്പിലായിരുന്നു പോകേണ്ടി വന്നത്. ഫോറസ്റ്റിൻ്റെ ജീപ്പിലാണെങ്കിൽ പെർ പേഴ്സണ് ഫിക്സഡ് റേറ്റാണ് കേട്ടോ. നമ്മൾ നല്ല ഡെൻസ് ഫോറസ്റ്റ് പോയാൽ മാത്രമേ നമുക്ക് സിംഹവാലം പോലെ കാണാൻ പറ്റും.
ഇതാ കാണുന്നത് മലയണ്ണാനാണ് കേട്ടോ. ഇത് പറക്കുന്നതല്ല, ചാടുന്നതാണ്. പറക്കുന്നത് രാത്രി മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് കേട്ടോ. ഇതാണ് മലയണ്ണൻ. നമ്മൾ കാണുന്നത് ഡ്രൈ ഫോറസ്റ്റാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എവർഗ്രീൻ ഫോറസ്റ്റ് കാണാൻ പറ്റും. നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യമനുസരിച്ചായിരിക്കും നമ്മൾ കാണുന്ന ഓരോ മൃഗങ്ങളും. ഈ മൃഗത്തിനെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള ഉറപ്പിലെന്നാലും നമ്മൾ പോകുന്നത്. നമ്മുടെ ലക്ഷ്യമനുസരിച്ചായിരിക്കും കാണാം. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആനിമലാണ് ലയൺ ടൈൽഡ് മക്കാക്ക്, അതായത് സിംഹവാലൻ കുരങ്ങില്ലേ അത്. ഇത് ആനമയക്കി പറഞ്ഞിട്ടുള്ള ചൊറിച്ചിലാണ്. ഇത് നട്ടിക്കഴിഞ്ഞാൽ 1 മാസത്തോളം ചൊറിച്ചിലുണ്ടാകുന്ന പറയണത്. ഗൈസ്, പോകുന്ന വഴി ഒരു സിംഹവാലൻ കുരങ്ങനെ കണ്ടാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി അവിടെ ഞാൻ മാർക്ക് ചെയ്ത് തരുന്നുണ്ട്. സിംഹാലിൻ്റെ ഫുഡുണ്ട്. അതായത് സിംഹവാലൻ കുരങ്ങോടെ ഉണ്ടാവാനുള്ള മെയിൻ കാരണമല്ലോ, അതിൻ്റെ ഫുഡായിട്ടുള്ള വെടിപ്ലാവ് കണ്ടിട്ടുണ്ട്. അത് ഈ കാട്ടിൽ കൂടുതലുകൊണ്ടാണ് ഈ സിംഹവാലൻ കുരങ്ങ് ഇവിടെ കൂടുതലുള്ളത് എന്നാണ് പറയുന്നത്. അതാണ് നമ്മളെ സിംഹവാലൻ കുരങ്ങിൻ്റെ ഫുഡ് കേട്ടോ. ഇച്ചിരി റംബൂട്ടാൻ ഇതിൻ്റെ പേരാണ് വെടിപ്ലാവ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫുഡ്. റെഡ് കളർ കണ്ടു റംബൂട്ടാൻ പോലെ ഉണ്ടാവും, പക്ഷെ ഇത് ഹാർഡാണ്. ഇതിൻ്റെ പേരാണ് കാട്ടുപ്ലാവ് അഥവാ മുത്തശ്ശിപ്ലാവ്. കുറച്ച് കാലമായി ജീവിക്കുന്നത്. ഭയങ്കര വർഷങ്ങളായിട്ട് പോണ്. അയ്യോ, പാമ്പൊന്നുണ്ടല്ലോ. വാവ്, തൊട്ട് നിൽക്ക്. അടിപൊളിയല്ലേ? അത് പിന്നെ മരത്തിൻ്റെ കളറൊക്കെ എങ്ങനെയുണ്ട്? ഒരു പീസ് നമുക്ക് മ്യൂസിയത്തിൽ കൊണ്ട് വെക്കാൻ തോന്നണു. കുറച്ച് കാലമായി ഇരിക്കാൻ തുടങ്ങിയിട്ടോ. അത് അത്രയും വലുതാണ് കേട്ടോ. ഭവാനി റേഞ്ച് എന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് ഭവാനി നദി ഉത്ഭവിക്കുന്നൊരു സ്ഥലത്താണ് ഇതിന് ഭവാനി റേഞ്ച് എന്ന പേര് വന്നത്. സൈലൻ്റ് വാലി നിങ്ങൾ എന്തുകൊണ്ട് വിസിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ പാലക്കാട് വിസിറ്റ് ചെയ്യാൻ തീരുമാനമെടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ സൈലൻ്റ് വാലി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം പാലക്കാട് എന്തായാലും പാലക്കാടിൻ്റെ ചൂട് കേരളത്തിലുള്ളവർക്ക് അറിയാമല്ലോ. അപ്പോൾ പാലക്കാട് ഇത്രയും ചൂടായിട്ടും അതിൻ്റെ ഒരു ചൂടും തന്നെ ഈ ഒരു സൈലൻ്റ് വാലിയിൽ നമുക്ക് അനുഭവപ്പെടില്ല. ഏറ്റവും നന്നായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. തണുപ്പ് ചെറുതായിട്ടൊക്കെ ഉണ്ട്. പിന്നെ എവർഗ്രീൻ ഫോറസ്റ്റിലേക്കൊക്കെ എത്തുമ്പോൾ സൺലൈറ്റൊന്നും അത്രയ്ക്ക് വലുതായിട്ട് വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല കാമായിട്ടുള്ള പ്ലേസാണ്, നല്ലൊരു സ്ഥലമാണ് വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ വലിയൊരു എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാണ്ട് വരിക, എന്നിട്ട് എൻജോയ് ചെയ്യുക. ഗൈസ്, വരുന്നതിനിടയ്ക്ക് ഈ ഒരു കുരങ്ങനെയും കൂടെ കണ്ടു. ഇതിനെ കണ്ട സിംഹവാലൻ കുരങ്ങാന്ന് തോന്നും, പക്ഷേ സിംഹവാലൻ കുരങ്ങല്ല. ഇതിൻ്റെ പേരാണ് നീലഗിരി ലങ്കൂർ. ഇതിന് സിംഹവാലൻ കുരങ്ങനെ പോലെ തന്നെ തലയിൽ ഫുള്ള് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുള്ള ഹെയർസ് ചെറുതായിട്ടുണ്ടാകും. പിന്നെ ഇവർക്ക് ഏറ്റവും നീളം കൂടിയ വാലും ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. എവർഗ്രീൻ ഫോറസ്റ്റിനുള്ളിൽ എൻ്റർ ആയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാലാണ് നമ്മൾ സൈലൻ്റ് വാലിൻ്റെ എൻട്രൻസിലേക്ക് പോവുക. അത്ര നേരം നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ആ വഴിയിൽ നമ്മൾ ബഫർ സോൺ എന്നായിരിക്കും കേട്ടോ പറയുക. പിന്നെ സൈലൻ്റ് വാലിയിൽ 2021 വരെ ഓഫ് റോഡ് തന്നെയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ളത്
ഒരു വീൽ ട്രാക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലുതായിട്ടുള്ള ഓഫ് റോഡ് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഗൈസ് അപ്പം നമ്മൾ നേരെ ലൈറ്റ് ഹൗസിൻ്റെ മറ്റേ ഈ വാച്ച് ടവറിൻ്റെ മേലെ കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ടവർ കയറി കഴിഞ്ഞിട്ടുള്ള ബാക്കി ആക്ടിവിറ്റീസൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.